ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞുമാമന്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞുമാമ ഇവിടെ ഇല്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞുമാമ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇന്ന് കുഞ്ഞുമാമന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാത്രി കേക്കൊക്കെ വാങ്ങാൻ പോകും. സിംഗു കുഞ്ഞുമാമക്ക് ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് കുഞ്ഞാവന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഷിങ്കു ഓനക്കൊരു സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഓന് നമ്മള് മൈക്ക് എടുത്തില്ലല്ലേ, കേൾക്കൂല, എന്നാലും കേക്ക് ഇരിക്കൂലേ. അപ്പോൾ എന്താണ് ഓന് ഇന്ന് കണ്ണാപ്പിന്റെ വീട്ടിലോട്ട് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഷൂട്ടിന് പോയി. നോമ്പ് തുറക്കുന്ന നേരത്താണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെ വരിക. പിന്നെ ബാക്കി പറഞ്ഞ എനിക്ക് പറയാൻ കിട്ടട്ടെ. അപ്പോൾ ഇപ്പോൾ സിംഗു ഇത് സർപ്രൈസ് കൊടുത്തതാണ്. ഓനിത് സംഭവം ഒന്നും അറിയൂല. അപ്പോൾ ഓരിപ്പോൾ വരും ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോഴല്ല, ഒരു 5-6 മണിയാകുമ്പോൾ ഒരു വരും. 8 മണിയാകുമ്പോഴാണ് കുഞ്ഞാവ വരിക. ഹലോ, അപ്പോൾ ഞാൻ സിംഗുനൊന്ന് വിളിച്ചോക്കട്ടെ. പറ. സ്പീക്കറിലിട, വീഡിയോ എടുക്കണ പറഞ്ഞോ. സ്പീക്കറിലിടാണ് സിംഗു. സ്പീക്കറിലിട്ടോ, സർപ്രൈസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. എന്നാ സിംഗു പറഞ്ഞോ. ഹലോ, പറഞ്ഞോ, ക്യാമറയല്ല, പറഞ്ഞോ. എന്താ പറയണ്ടേ? അടിപൊളി. കുഞ്ഞാക്ക് സർപ്രൈസ്. എന്റെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ പറ. ഉമ്മനോട് പറയാൻ ഉമ്മ പറഞ്ഞു. എന്റെ 2 വാക്കുകള് ഈ എന്റെ കെട്ടിയോക്ക്. അപ്പന്ന് യാസിൻ ബ്ലോഗ്സിന്റെ ബർത്ത്ഡേ ആണ്, എല്ലാരും വിഷ് ചെയ്യാ. പിന്നെന്താ സർപ്രൈസ് പറയണ്ടേ? ഞാൻ അവിടെ ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും കൂടി സർപ്രൈസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കണ്ണാപ്പി അല്ലേ കണ്ണാപ്പി കൊണ്ടുപോയാ അതോ പോയാ അവിടുന്ന്? കണ്ണാപ്പി കൊണ്ടുപോയി. ഓനിപ്പോ ഷൂട്ടിന് പോയി. അപ്പൊ നമുക്ക് വരുമ്പോഴേക്കും ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കണം, സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കണം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് അതാണ് അല്ലേ? ഐസി എന്തൊന്നും ഉണ്ടാത്ത ഐസിയാണ് ഇൻട്രോ എടുത്തത്. ഐസി ഒരു കാര്യം പറയേ, ചെറിയ മാമനെ കുറിച്ച് ചെറിയ മാമനല്ലേ അഭിപ്രായം പറഞ്ഞേ. ഇന്ന് ചെറിയ മാമന്റെ ബർത്ത്ഡേ അല്ലേ? കുഞ്ഞുമാമനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാം. എന്താ കുഞ്ഞുമാമനെ ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? പറ, ക്യാമറ നോക്കി വേഗം പറ. കുറച്ച് ബാഡ് ബോയ്. അതെന്താ കുറച്ച് ബാഡ് ബോയ്? ഇടക്കിടക്ക് ചിങ്കൂടെ ചീത്ത പറയുന്നത്. പിന്നെ ഇടക്കിടക്കൊക്കെ കൊട്ട്, ഇടക്കിടക്ക് നല്ല ബാഡ്. എനിക്ക് ഇഷ്ടമാണ്. ഗുഡ്. അനക്കെന്താ വാങ്ങി തരലോന്? ഐസ്ക്രീം. എപ്പോഴും ഐസ്ക്രീം. അപ്പം അപ്പൊ എന്താണ്, 11 by Ray ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു 5:30 എത്തും തോന്നുന്നു. 5:30 എത്തി. ഇനി ഒരു വരുന്നതും ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ വീഡിയോ എടുക്കാനൊക്കെ ആയി, നോമ്പ് എടുക്കാനൊക്കെ അല്ലേ. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാ. സമൂസ, എന്താണ്, പൈനാപ്പിള്, സമൂസ, 2 സമൂസ ഉണ്ട്. ബട്ടക്ക ജ്യൂസ് 3 ഗ്ലാസ്. ബലൂണൊന്നും സെറ്റാക്കിയിട്ടില്ല ഗൈസ്, ഉമ്മ. ഇനി എന്തല്ലേ, മന്തിയല്ലേ നീ എവിടെ? ഒന്നുമില്ലല്ലേ. ഞാൻ നല്ല ഉറക്കല്ല പറയുന്നേ. ശിങ്കു മാമൻ നീ ഉമ്മ എന്തൊക്കെയാ പറയും? കുഞ്ഞമാമ ഇതുവരെ വന്നിട്ടില്ല. കുഞ്ഞമാമ എന്റെ ഉമ്മ എന്താ കുറ്റം പറയും?
ആ അതൊന്നും ഞാൻ പറയൂല. വേണമെങ്കിൽ ശിങ്കുനെ കാണിക്കാം. ഫോണില് കാണുന്നില്ല. ഇനി ഉമ്മ എന്തൊക്കെയാ പറയാ? ഇനി കുറച്ച് എൻ്റെ വീഡിയോ എടുക്കാം. ഒരു വന്നിട്ട് ബൈ. അപ്പം ഞങ്ങളെ ഇന്നത്തെ നോമ്പ് തുറൻ്റെ സാധനം കുഞ്ഞാവില്ലാത്തതുകൊണ്ട് ഞാനാട്ടോ പറയുന്നത്. ബത്തക്ക, സമൂസ, പൈനാപ്പിൾ, സമൂസ. എപ്പോൾ കാണിച്ച്? എന്നിട്ട് പിന്നെ അത് ഐസിക്ക് നിർബന്ധം വീഡിയോ എടുക്കണം. ലൂയി ഡ്രസ് എടുത്താ? കുഞ്ഞന്ന മാമനോടെ കുഞ്ഞുമാമൻ്റെ കേക്ക് അവിടെ ഉണ്ട്. കേക്കൊക്കെ കൊണ്ടാച്ചിട്ട് ഞങ്ങള് കേക്ക് ഉണ്ട്. സൂപ്പർ കേക്കാ. ഇപ്പൊ വാങ്ങി കൊടുക്കട്ടോ. അതിന് ഡെക്കറേഷൻ്റെ ആളൊക്കെ വരും. അതൊക്കെ കാണിച്ചു തരട്ടോ. ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് കിട്ടോ. ആരേച്ചി വന്നേ? സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോ ഇല്ലടി, ഞങ്ങളെ നോമ്പറക്കാൻ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ നോമ്പ് തുറന്നാന്നൊക്കെ. ആ നിങ്ങൾ 5:30 വരുന്ന പറഞ്ഞു. ഞങ്ങൾ 2 മണിക്ക് നിൽക്കുന്നവരെ വരാന്. വമ്പ മഴ. ബാ കേറിട്ട് പോവാ. എന്നാ ശരി. ഞാൻ കഴിവട്ടെ, ഇത് ഓണാക്കിയോണ്ട് ഇത് എടുത്തരാൻ വരെ വരാത്തെ. ഇത് ക്യാമറ ഓണാക്കിയോണ്ട? സനുവിനെ പോലെ എന്തോന്ന് ഇവളേതാ? പോര്, ഇത് എനിക്ക് ഓർഡറാണ്. ഇത് എടുക്കണം. എനിക്ക് നിവൃത്തിയില്ല ഇത് എടുക്കാണ്ട്. കേറിക്കോ. ഫോണ് വീഴ. അത് കുഴപ്പമില്ല, നമ്മള് നോമ്പ് വെക്കുന്നല്ലേ. നിങ്ങൾ വരുന്നൊക്കെ ഞങ്ങൾ 2 മണിക്ക് വരാന്നപ്പോ ഞാൻ കണ്ണാപ്പിനെ വിളിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ ഒന്നും വരണ്ട, 8 മണിക്ക് യാസിൻ വരുള്ളൂ, കുറെ കഴിഞ്ഞിട്ട് വന്നാ മതി. പിന്നെ എനിക്ക് വയ്യ, ഇന്ന് ഞായറാഴ്ച ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ഒന്നിട്ട് ഉറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കിടന്നിട്ട് ഉറങ്ങി. പിന്നെ ഞാൻ എമിലിയിൽ പോയി സാധനങ്ങൾ എടുത്ത് വന്നപ്പോ ഈ നേരായി. അപ്പൊ വിളിച്ച് നോമ്പ് വന്നിട്ട് പോയി. ഫ്രിഡ്ജിൽ വെക്കണോ? ബലൂണ് വെറുപ്പിക്കേട്ടോള്. ഏതാ കളർ തീം? ബ്ലാക്കും ഗ്രേ ഗോൾഡന്. ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. വേഗം വാങ്ങിക്കോ. ഇവിടെ കേട്ടോ സെറ്റാക്കിയത്. കുഞ്ഞാവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടെ തന്നെ സെറ്റാക്കിയിരുന്നേ. ഇത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. എനിക്ക് അവളോട് പോയിട്ട് എന്ത് ചോദിച്ചു? ഇതൊരു കുറച്ച് ആവട്ടെ കേട്ടോ. ബലൂണൊക്കെ ഉണ്ടോ? ഭയങ്കര സൗണ്ട് ഉണ്ടോ? കേൾക്കുന്നില്ല. നോളെ മറ്റേതെടുത്തോ. ഇത് കണ്ടോ, നമ്മളൊക്കെ ആണെങ്കിൽ ഊതി ഇങ്ങനെ വീർപ്പിക്കണ്ട ബലൂൺ. ഇപ്പം കണ്ട മെഷീനാണ്, മെഷീനിലാണ്. ഒരു സെക്കൻഡ് വെച്ച് ഇത്രയും വീർപ്പിച്ച് ഇത്രയാക്കി വെച്ച്. അല്ലാതെ ഒരു 5 മിനിറ്റ് ആക്കിയില്ലല്ലോ വന്നിട്ട്. നമ്മളങ്ങനെ ഊതി 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 ഊതി. അത് മെഷീൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വേണം. നിങ്ങൾക്ക് തന്നെ ഫുള്ള് ബലൂണ്. നിങ്ങൾക്ക് തന്നെ ഫുള്ളും. ഭാവി ഇവിടുന്ന് ഞാൻ താഴെപ്പോട്ടെ. ഞാൻ എടുത്തുണ്ടാക്കട്ടെ. അപ്പോൾ ഇതെന്താ ടേബിൾ അടി?
ഇതെന്തോ ഒരു സാധനം എനിക്കറിയില്ല, ഇവരെന്ത് പറയുന്നില്ല. നീ ആ തട്ടോ ഗ്ലാസ് മോളാടെ പിടിച്ചു നോക്കാടെ ഇങ്ങനെ നീ ഇത് നോക്കേ. ഇത് താഴെ നാളെ താഴെ എറിയാലോ നമുക്ക്. എടി അമ്പോ ഇത്രയും സംഭവമാണിത്. എടി ഐസിയിൽ കാണുന്നുണ്ടോ പറ്റിയോ മുറിക്ക്? കേട്ടോ ഇന്ന് മഴയായിപ്പോ ഏതാണ് ഇടങ്ങാറായിപ്പോയത്. കുഞ്ഞാമന്റെ പരിപാടി എന്ത് വരുമാണ് മഴയാണല്ലേ. കല്യാണം വരെ നീട്ടിച്ചെടി. എന്താണ് ഇവലെ ഇതിന്റെ ഇത് ഇവളുടെ ഇവിടെ പേരെനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ വെക്കുക അല്ലേ? ചായ കുടിച്ചിട്ട് പോവാ. അതിൻ്റെ ഇടയിൽ ഐസി വീണിട്ടോ എന്താ പറ്റിയ നോക്കട്ടെ. അതിൻ്റെ മൈമനാണ് ആപ്പിളേനോ? എടാ ഐസിയുടെ നോട്ടോ ഞാൻ കാല് ഐസി വീണിട്ട് നോക്കട്ടെ, മുട്ട് നോക്കട്ടെ. വിട്ട് മുറിഞ്ഞി കിട്ടോ. ഞാൻ അവനെ വിളിച്ചതേനു, അപ്പോൾ അവനെ ഓടി വന്നത്. ഉമ്മ ക്യാമറ എടുക്കാൻ വിളിച്ചതേനു ഞാൻ. അപ്പം എത്ര കാണട്ടെ. ഇനി ബാക്കി ഇനി കണ്ണാപ്പ് എന്നിട്ട് എടുത്ത് കാണിച്ചു തരുമല്ലോ. എന്താണ് ഹായ് ഒറി, ഹായ് ഒറി. ഓ കിട്ടിയില്ലേ? ഹായ് കിട്ടിയില്ലേ? ഇവൻ്റെ ഹായ് ഇങ്ങനെ ഗൈസ്. അപ്പം ഇവിടെ ഫുള്ള് ബലൂണാണ്. ഇന്നെന്താ പരിപാടി? ഇന്നെന്താ പരിപാടി? ഇത് പൊട്ടിച്ച നോക്കാം. താത്ത അടിക്കുവേ. അതാ ആ താത്ത അടിക്കും. സോ എന്താണ് 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 കുഞ്ഞാവേൻ്റെ ബർത്ത്ഡേ, 40ാമത്തെ ബർത്ത്ഡേ. അയ്യോ അതൊറ്റക്ക് വരും. സോ അപ്പം ഇന്ന് മുതലാളിൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ. യെസ്. സോ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ 40 ഗൈസ്, 30 30ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ മുതലാളീനെ പുരേന്ന് മാറ്റി. മമ്മിയുടെ മമ്മി മലയുടെ അതെപ്പോ ഷൂട്ടിന് വേണ്ടി പോയതാ. ആ ഇതാ ഭാവി ഇന്നിപ്പോ ഭാവി ഇത്ര വലുതായി വലിയ ചെക്കനായോ? അല്ല നിങ്ങളൊക്കെ വന്നേണ്ട മുതലാളിക്ക് ഡൗട്ട് തോന്നില്ല ഭാവി? നിങ്ങൾ വന്നേണ്ട തന്നെ മുതലാളിക്ക് ഡൗട്ട് തോന്നില്ല. ഒറിജിനാലിറ്റി. സോ ഹായ് ഹായ്. എല്ലാം നടക്കുമോ? ഇത് കേക്ക് സ്റ്റാൻഡ്. ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഇത് കേക്ക് സ്റ്റാൻഡ്. ഇല്ലല്ലേ? ഹാപ്പി ബർത്ത്ഡേ യാസീൻ. യെസ്, ഫുൾ സെറ്റപ്പാണ്. ഇതെന്ത് സാധാരണ നമ്മൾ റൂമിലിട്ട് മുറിക്കില്ല. എന്നാൽ ഇപ്പം ഇത്ര സ്പെഷ്യൽ? 30ാമത്തെ ആയ കൊണ്ടാ? വൈഫിൻ്റെ സർപ്രൈസാ? അയ്യോ കുരിപ്പ് വിളിക്കുന്നുണ്ട്. നോക്കട്ടെ എന്താ. ഹലോ, എന്ത് ബ്രോസ്റ്റോ? ആ അപ്പോൾ രണ്ട് ആ വെയിറ്റ് ചെയ്തോ. ആകുമ്പോൾ വിളിക്കാം. അല്ല ഒരാകുമ്പോൾ വിളിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞാൽ
അപ്പോൾ ഗൈസ് ഭാവി ബ്രോസ്റ്റ് വാങ്ങാനും പറഞ്ഞിട്ടാണ് ടൗണിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പുട്ടടിക്കാനും കിട്ടണം, ഒരു പുട്ടും കിട്ടണമില്ലല്ലോ. എക്സൈറ്റഡ് ആണ് ഗൈസ്, എക്സൈറ്റഡ് ആണ്. ഇത് ബലൂൺ ഒട്ടിക്കണ സാധനം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിരുന്ന റേ ആണ്. റേ എന്താ പറയാനുള്ളത്? അപ്പോൾ ഇത് റയ ഗൈസ്. ഇവർക്കൊരു ഷോപ്പുണ്ട്, ലാവൻ ബൈ റയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരാണ് നമ്മുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വന്നിട്ട് സെറ്റ് ചെയ്തെടുത്ത്. ബർത്ത്ഡേ ആണെങ്കിലും ശരി, എല്ലാ പരിപാടിക്കും നമ്മൾ ഇവരാണ് കോൺടാക്ട് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അടിയിൽ നമ്പർ കൊടുക്കും. കല്യാണം കൊടുക്കുമോ? സ്വന്തം കല്യാണം വരെ ഒറ്റയ്ക്ക് ചെയ്ത് സക്സസ് ആക്കിയ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ വിളിക്കാം. അപ്പോൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കാം അല്ലേ? വിളിച്ചൂടെ? എന്താ എൻ്റെ കല്യാണത്തിന് വിളിച്ചാലോ? എന്താ ഇപ്പം തന്നെ പറഞ്ഞു വെച്ചോ. അടിപൊളിയാക്കി ചെയ്തു തരുമോ? എന്തായാലും ഇപ്പം അടുത്തുണ്ടാവില്ലേ? ഇവൻ ആദ്യം തന്നെ എന്താ എൻ്റെ 8 വയസ്സായോ? അപ്പോൾ അടുത്ത കൊല്ലം കല്യാണം. മമ്മി ചെക്കന് കൈ പിടിച്ച് കൊടുക്കാമല്ലോ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി മുതലാളി വന്നിട്ട് നമുക്ക് സർപ്രൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മളുടെ പരിപാടി ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മുതലാളിനെ വിളിച്ചു വരുത്താം അല്ലേ? ഓൾറെഡി ബ്രോസ്റ്റ് വാങ്ങാൻ എന്താണ് എത്തി നോക്കണേ? ഭാവി ഇവിടെ ആരോ പ്രസവിക്കാൻ കിടക്കുന്നവരാണ്. അപ്പോൾ 80% കഴിഞ്ഞ് ടൗണിൽ നിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് വിളിച്ചു വരുത്തണം. എന്നിട്ട് വേണം പരിപാടി കാണിക്കാൻ. നമ്മുടെ ഡിസൈന് ഫൈനലായിട്ട് കാണിച്ചു തരട്ടോ. എന്താണ്, ഏതാ തീം, കാര്യങ്ങളൊക്കെ. കേക്ക് ഉണ്ടെന്നില്ല നിങ്ങൾ? കേക്ക് കാണിച്ചു തരാം. കമോൺ. സോ കേക്ക് കാണിച്ചു തരാം. സെയിം തീം സെറ്റ് ചെയ്തിട്ടാണ് എടുത്തു തരാനായില്ല, ഞാൻ കാണിച്ചു തരാം. ഇവർ ഈ ടീമിൽ തന്നെയാണ് കേക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 കേക്ക് ഉണ്ട്. 2 കേക്കും ഇപ്പം റിവീൽ ചെയ്യണ്ടല്ലോ. അളിയും നേരത്തെ വന്നിരിക്കുന്നുണ്ട്. എവിടെ കേക്ക്? ഓ 2 കേക്ക് ഉണ്ട്. അപ്പോൾ ഇത്ര നിങ്ങൾ കണ്ടായി. കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ കാണില്ല. 2 കേക്ക് ഉണ്ട്. ഇതിലേതാ ശിങ്കുവിൻ്റെ ഒക്കെ? മേലത്തെ താഴത്തെ ഓരോ. അപ്പോൾ മേലത്തെ പിന്നെ കാണിച്ചു തരാം. താഴത്തെ ഇതാ ആ തീമിന് സെറ്റ് ആക്കിയിട്ടുണ്ട്. മേലത്തെ ജസ്റ്റ് ഇതാ കാണിച്ചു കൊടുക്കണ്ടല്ലോ കൂടുതൽ. ഈ കാക്ക വേറെ പോരാത്താന്നാ പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി ഇതാ മലയാളിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ കാണിച്ച് സർപ്രൈസൊക്കെ എങ്ങനെ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്താടാ നോക്ക്. ഓക്കെ. ഗൈസ് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളി ആയിട്ടുണ്ട്. നമ്മളെ ബർത്ത്ഡേ ബോയ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നെട്ടിക്കൽ നെട്ടോ നമ്മളൊന്നും അറിയാത്ത ഒട്ടൊന്നായിട്ടോ. അപ്പോൾ അവിടെ മേലെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ലൈറ്റ് ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി പിരിപ്പേ വണ്ടി പോരുത്. ഓക്കെ. അപ്പം ഐസി ഡൺ. ഐസി ഓക്കെ. ഈ ഒന്നും പറയരുത് കേട്ടോ. പറയരുതേ. ഓക്കെ. ഓയ് ഒന്നും കൂടെ നോക്കുവോ? മുടി കിട്ടിയോ? വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഞെട്ടിക്കും. ബർത്ത്ഡേ പ്രമാണിച്ച് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. എത്ര ആൾക്ക് കൊടുക്കണേ? 1 2 3 4 5 6 7 8 8 2 10 12 14 16 ആൾക്കാണ് ബർത്ത്ഡേ പ്രമാണിച്ച് കൊടുക്കുന്നത്. 30 എണ്ണം കൊടുക്കണം എന്നാണ് ആഗ്രഹിച്ചത്. 16 എണ്ണേ ഉള്ളൂ. ഓരോ രാജ്യത്തിന്റെ. കമന്റ് ഇടുന്ന ആൾക്ക് നമ്മളിത് അയച്ചു തരും. ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നമുക്ക് മമ്മീനെ ഗിവ് അവേ എടുത്താലോ? അപ്പൊ ആരും കമന്റ് ഇടുക. ഏറ്റവും ബെസ്റ്റ് കമന്റ് ഇട്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് കമന്റ് ഇട്ടവർക്ക് ഇതും, ഏറ്റവും വേസ്റ്റ് കമന്റ് ഇടുന്നവർക്ക് മമ്മീനെയാണ് ഗിവ് അവേ തരാൻ വേണ്ടി പോണത്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതെ. അപ്പം കംപ്ലൈൻറ്റ് ഉണ്ട്, എല്ലാവരും വെറുതെ വീഡിയോ കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യില്ലാന്ന്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ലഭിക്കുന്നതാണ്.
അതെ ഓനെ ടൂർ പോവാ. ഞാൻ നാട്ടുകൂടിയാണ് ഗൈസ്. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട. ബെസ്റ്റ് കമൻറ്റിന് ചില്ലറ പൈസയും വേസ്റ്റ് കമൻറ്റിന് മമ്മീനെയും ഗിവ് അവേ തരുന്നതാണ്. അപ്പോൾ മലയാളി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അടുത്ത ആ വീഡിയോ എടുക്കാം. വെറും ചില്ലറ പൈസ അല്ല, ഇത് വേറെ കൺട്രീസിലെയാണ്. ഇത് തമാശ പറഞ്ഞിട്ട് വെറും ചില്ലറ പൈസ അല്ല. ഇത് വരുന്നത് ഇത് ഡിഫറെന്റ് കൺട്രീസ് ആണ്. സോങ്കോണോ അതേതോ സോങ്കോ കസാക്കിസ്ഥാനാണ്. കസാക്കിസ്ഥാനുണ്ട്. ഹോങ്കോങ് അല്ല സോങ്കോങ്ങോ അങ്ങനെ എന്താണ് ഏരിയല്ലേ. അപ്പോൾ ഇത് വേറെ അങ്ങനെ ഓരോ കൺട്രിയാണ്. അപ്പോൾ ഏതൊക്കെ കൺട്രി എന്നുള്ളത് പറഞ്ഞുതരാം. ഭാവിന് ഗിവ് കൊടുക്കട്ടെ അളിയാ, ഭാവിന് ഗിവ് കൊടുക്കട്ടെ, ഭാവിന് ഗിവ് കൊടുക്കട്ടെ, ഭാവിന് ഗിവ് കൊടുക്കട്ടെ. കണ്ടോ സ്നേഹം കണ്ടോ. ദീനീനോട് വെച്ച് കൊടുക്കട്ടെ എന്ന്. എത്ര കമന്റ് ഇടിപ്പിക്കണമെന്ന്. എന്തിനാ എന്ത് അത് ഭാവിൻ്റെ ഡാൻസ് കളിക്കുന്നോട്ടെ. അതാ ഗായ്സ്, ഇത് നോക്ക് ഗായ്സ്, ഈ അളിയൻ്റെ അഹങ്കാരങ്ങൾ കാണണം. ഇത് കുട്ടിക്ക് കൊടുക്കാൻ 14 Pro Max 14 Pro Max ആണ് കുട്ടി കളിക്കാൻ കൊടുത്തിട്ടുള്ളത്. ഇത് അതും ഇവന് ഇതാ ഈ കുരുട്ടിന് എറിഞ്ഞ് പൊളിക്കാൻ കൊടുത്തിരിക്കുകയാണ് 14 Pro Max. 14 Pro Max. ഇനി അത് പോട്ടെ, ഇനി മൂപ്പര് യൂസ് ചെയ്യണത് S23 Ultra. ഇതൊക്കെ ഒരു അഹങ്കാരല്ലേ ഭാവി. കുട്ടി കളിക്കാൻ 14 Pro Max. 12 Pro Max ആണ്. 12 Pro Max അതിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കട്ടെ. എന്നിട്ട് ഇതിനെ ബാറ്ററി ഹെൽത്ത് നോക്കട്ടെ. ഒന്ന് തരുമോ കുഞ്ഞുമോനെ? എന്താ സ്നേഹമുള്ള കുട്ടിയാ. എനിക്കിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കാം. 75 വലിയ മോശമൊന്നുമല്ല. 75 ഉണ്ട്. 75 ബാറ്ററി ഹെൽത്തുള്ള ഫോണാണിതാ. ഈ ഷാറൂഖ് ഖാനിന് കളിക്കാൻ കൊടുത്തിട്ടുള്ളത്. ഓ എന്നാ സാറേ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഇതാണ് നമ്മളുടെ യാസീന്റെ സ്വന്തം പറയങ്ങോട്ട് സിംഗു ബേബി റഷ്യയിൽ നിന്നും ഓർഡർ ചെയ്ത കേക്ക്. ഡീറ്റെയിൽ ആയിട്ട് മോളിൽ നിന്ന് കാണിച്ചു തരാം. ഐസി പറ്റുമോ? ഞാൻ പിടിക്കണോ ഗായ്സ്? കണ്ണു, നിന്റെ പണി കഴിഞ്ഞോ? ഇത് ഇവന്റെ കയ്യിൽ നിന്ന് കേക്ക് ഒന്ന് വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. ഐസി ഈസ് വെരി വെരി വെച്ചോ. വാ ഗിമാൻ, എൻ്റെ മോനെ ലൈറ്റൊക്കെ വന്നപ്പോൾ സീൻ കോൺട്രാ. അതിൻ്റെ മുകളിൽ വെച്ചു. ഒന്ന് മതി. അതൊന്ന് വാങ്ങി വെക്കണം. ആ ടേബിളിലേക്ക് വെച്ചോ. അത് പറ്റൂല. ഇത് ആരാന്നറിയോ? ഇത് ഷിങ്കു ഓർഡർ ചെയ്ത കേക്ക്. നമുക്ക് രണ്ടും കൊള്ളു നോക്കാം. അത് നടക്കില്ല. ആദ്യം രണ്ടും വെച്ച് ഒരു ഫോട്ടോ എടുക്കും. നോക്ക് ഭാവി അങ്ങോട്ട് പൊള്ളിക്കും. എന്തായാലും വണ്ടി വരില്ലേ? ആയിരിക്കണമല്ലോ. എടാ ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്നില്ലേ? ഇവളിത് ഇന്ന് തീർക്കില്ല ഗൈസ്. ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഷിങ്കു സ്പോൺസർ ചെയ്ത കേക്ക് ആൻഡ് ഡെക്കറേഷൻ. ഇവിടെ രണ്ടാമത്തെ കേക്ക്. ഇതാണ് സ്പോൺസർ ചെയ്തത് ഭാവിൻ്റെ അല്ല, ഇത് ഇവരെ നമ്മളെ പാക്കേജിൽ ഓക്കെ. ഇവർ സ്പോൺസർ ചെയ്തത് ഇവരിങ്ങനെ കേക്ക് അടക്കം നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിനനുസരിച്ചുള്ള കേക്ക് ഇവർ സെറ്റ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ വെക്കാൻ പറ്റുമോ നോക്കുകയാണ്. നോക്ക്.
ഒറ്റക്കല്ല ഇത് ഗൈസ്. ഓ ഇളകി ഏയ് നിക്കോ ഗൈസ് നല്ല ഭംഗിയില്ലേ ഭാവി എങ്ങനെയുണ്ട്? ടോട്ടൽ സെറ്റപ്പ് എങ്ങനെയുണ്ട്? പറയില്ല. വീഡിയോ കോൾ ചെയ്യും, കോള് കട്ട് ചെയ്തിട്ടുണ്ട്. ഭാവി ബിസിയാണ്. പറയും ടോട്ടൽ സെറ്റപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി. എന്റേതല്ല സെലക്ഷൻ. നീ ഏതാടി? റേറ്റിംഗ് എന്താ നോക്കണേ? ഇത് വിമാനം, ഇത് ലഗേജ് കൊണ്ടുപോണ പെട്ടി, ഇത് യൂട്യൂബിന്റെ ചിഹ്നം, ഇതും പെട്ടി. ആ ഇതൊരു പട്ടി. ആരായിരുന്നേ? അത് അളിയനാ. ഡോർ അടച്ചിട്ടുണ്ട്. അളിയ കയറുന്നിട്ട് എല്ലാവരും നെട്ടി. അളിയ ഈ ചോട്ട സ്റ്റോൺ എടുത്തിട്ട് ഒറ്റക്ക് കയറി വന്നേ. നീ വല്ലാണ്ട് വളർന്നിരിക്കുന്നു. അപ്പോ നീ വിളിക്ക് ഭാവി. മമ്മി ഒന്ന് വിളിക്ക്, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വിളിക്കും. മലയാളിനെ വിളിക്ക്. ആ വിളിക്ക്. പോപ്പർ നമ്മൾ മറന്നുപോയി ഗൈസ്. ആയിസ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ. വാവ് ആണെത്തിയിട്ടുണ്ട്. ഇല്ല ഒന്നുമില്ല. ഗൈസ് നമുക്ക് ഒളിഞ്ഞ് ഷൂട്ട് ചെയ്യാം. എവിടെ ഇങ്ങോട്ട് വരുന്നതാണെന്നില്ലല്ലോ. നമ്മൾ നൈസിൽ ബ്രോസ്റ്റ് വാങ്ങിയിട്ട് പറഞ്ഞു കേട്ടതാണ്. ഞാൻ ഇതിൻ്റെ ഓപ്പറേഷൻ പഠിക്കായിരുന്നു. ചിക്കടേ ലൂയി ഹായ് പറ. ലൂയി ഡൗൺ. നൈറ്റൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിൽ ഞാൻ ഇങ്ങോട്ട് മാറിയത്. മുകളിലേക്ക് കയറുന്നില്ലല്ലോ. കുറച്ചുകൂടെ ലെഫ്റ്റ്. ഇല്ല കഴിച്ച് മോള് പൊക്കിയൊക്കെ അങ്ങോട്ട് അയച്ചോ. ഓൻ അവിടെ കൊണ്ടേ നിർത്തിട്ടോ. അതൊന്നും അല്ല, ഷിങ്കു ഇവിടെ എത്തിയിട്ടുണ്ട്. ഷിങ്കു പറയാ ലൈറ്റ് വേണ്ടോ? Ready? 1, 2, 3. Happy birthday to you. Happy birthday to you. Happy birthday to you. Yes. Look. Blushing Yasin. ഇത് കൊള്ളാം. ഇത് കുറച്ച് പൈസ ഇറക്കിയിട്ടുള്ള കളിയാണല്ലോ. ബ്ലഷ് ഒന്നല്ല, ഇത് മറ്റേ ഇതാണ് These two people.
ഇത് കൊണ്ടാട്ടി. കൊണ്ടാട്ടി ഇത് അവര് സ്പോൺസർ. കൊണ്ടാട്ടി എനിക്ക് 30 പൈസയിൽ എല്ലാരെയും അറിയിച്ച്. അപ്പൊ ഇവിടെ എഴുതി വെച്ചാൽ അത് വായിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല guys. ഇപ്പൊ 13 എഴുതിക്കണല്ലേ. ഒന്ന് പൊട്ടിക്കാൻ ഇതെനിക്ക് തരുമോ? ഷൂട്ട് ഫോട്ടോഷൂട്ട് ഗായ്സ്. പിന്നെ ഇതാണല്ലോ സേവ് ദ ഡേറ്റ് ഒക്കെ പോയാണ്. എന്നാ പിന്നെ കത്തി കൊടുക്ക്. ഇത് പൊരക്കാര് വക, ഇത് ഷിങ്കിന്റെ വക. ഇല്ലല്ല പൊരക്കാരവക ഒന്നുമില്ല. ഓ ടീമിന്റെ വക. അത് ചോദിച്ചിട്ടില്ല പൊരക്കാരവക എന്താ പറയും? ബ്രോസ്റ്റ്. ബ്രോസ്റ്റാ? ഏത്? യാസീനിക്ക. ഓ എടുത്തേക്ക് എടുക്കാം. ഇനി എടുക്കാം ഫോട്ടോ. നോക്ക് ഫ്ലൈറ്റ് ഉണ്ട്, യൂട്യൂബിന്റെ ചിഹ്നം ഉണ്ട്. ഇത് പെട്ടിയില്ല, പെട്ടി. ഇതെന്താണ്? അതും പെട്ടി തന്നെ. ഇത് പെട്ടി ഇറക്കി വെച്ചിരിക്കുന്ന നിവർന്ന് 2 പെട്ടിയായിട്ട് പോക്കില്ല, ഒരു പെട്ടിയായിട്ട്. ആ നമുക്ക് ഷിങ്കിനോട് പറയാം. നിങ്ങള് താഴെന്ന് ഇവിടെ എത്തിച്ചപ്പോഴേ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ട്. ക്യാമറ അവിടെ ഇവിടെ ഒക്കെ കണ്ടപ്പോഴേ ഒരുത്തൻ ആദ്യമായിട്ട് എന്നോട് പറയാ ഞാൻ ക്യാമറ ചെക്ക് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ ഈ ഇത് കെട്ടിക്കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു സെറ്റപ്പ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ റിബൺ ഇട്ടിട്ട് എന്തോ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്റെ 29ാമത് ബർത്ത്ഡേക്ക് നിങ്ങൾ എല്ലാരും കൂട്ടി പിടിച്ചിട്ട് പറ്റിച്ചില്ലേ? ഞാൻ ശിങ്കുനോട് ചോദിച്ചു എത്ര രൂപ ആദ്യം കൊടുത്തതെന്ന് വെച്ചപ്പോ പറഞ്ഞു എന്നോട് 2000 കൊടുത്തുള്ളൂ. പിന്നീട് അറിയുന്നത് 10,000 രൂപ കൊടുത്തു. 6000 രൂപ കൂട്ടി, 6000 രൂപ കൂട്ടി 4000 രൂപ. ഓക്കെ 2000-ന് 4000 വാങ്ങി. 3500 രൂപ കേക്ക്, 500 രൂപ 3500 രൂപ കേക്കോ? 3500 രൂപ കേട്ടോ കേക്ക്. നമ്മള് കണ്ടാട്ടെ ഈ കേക്കാരാ വാങ്ങിയ ഇത് ശിങ്കു പറയുന്നോ? ശിങ്കുനെന്താ പറയാണ്ട്? ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഇതേപോലെ സർപ്രൈസ് ചെയ്യിക്കാന് നമ്മളുടെ ഫ്രണ്ട്സിനല്ലേ നമ്മൾ ചൂസ് ചെയ്യാ. അവനിവൻ പറ്റിച്ചല്ലേ? ഫ്രണ്ട്സ് ആണെങ്കിൽ ലോകൂടായിട്ട് ഇവൻ പറ്റിച്ചാണ്. ഇവനാണ്ടത് അങ്ങനത്തെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആണ്. ഇങ്ങനെ ഇവന്റുകാർക്ക് കൊണ്ട് പറ്റിക്കലില്ല, പോലെ ചെയ്തും തരും. ഷിങ്കു എന്താ പറഞ്ഞത്? ഭയങ്കര സൗണ്ടിൽ ഒന്നും കേൾക്കാനില്ല. നമുക്ക് ഷിങ്കുവിനോട് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഈ കേക്ക് എനിക്ക് സമ്മാനമായി നൽകിയ ഷിങ്കുനും എന്റെ ഭാര്യക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെന്താ പറയാ, വെട്ടട പന്നി വെട്ടട്ടെ. ചെല്ല് എവരിബഡി ബാബി ഗോ. ഒറ്റയ്ക്ക് മുറിക്കാ ചെല്ലി. അളിയാ കമോൺ. ഫോട്ടോ എടുക്കട്ടെ. Go. Okay. Happy birthday to you. Happy birthday to you. മലയാളി നിൽക്ക്. മലയാളി ഉമ്മ തരണം. നല്ല ബർത്ത്ഡേ മമ്മി ഗിവ് മീ. ഭയങ്കര 1 2 3 4 5 ക്യാമറ. സെലിബ്രിറ്റി ആയാലും ഇങ്ങനെ
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. നിങ്ങളാരും പാടുന്നില്ല, പിന്നെ ഇപ്പൊ ഞാൻ പാടില്ലാണ്ട് ഇപ്പൊ സ്വന്തം തിന്നാൻ എല്ലാം അടിപൊളി കേട്ടോ. ഐസിക്ക് ഏതാ വേണ്ടേ? അതാ മാക്രോൺസ്. ലാസ്റ്റോ ഓനോടുക്ക് ഇതൊക്കെ തിന്നാൻ പറ്റില്ല. ഇതോ ഇത് തിന്നാ. ഇത് തിന്നാൻ പറ്റില്ല. ഇത് തിന്നാ മാക്രോൺസ് തിന്നാ. ഇതോ രസമുണ്ടോ? ആ 2 രസം കേട്ടോ, നല്ല ടേസ്റ്റ്. ഇത് കഴിക്കാം, ചോക്ലേറ്റാ. ഞാൻ കഴിക്കാൻ പറ്റില്ല. ഇവ ഫുള്ളുടായി പള്ളി മുതലാളിനെ പറ്റിച്ച് ജീവിക്കല്ലേ. എന്നെ പറ്റി മമ്മിക്ക് കഴിക്കാം. കമോൺ. ഇതാ എല്ലാവർക്കും കൊടുക്ക. അളിയ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായില്ലല്ലോ. ആദ്യം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിങ്കു 1.5 ആഴ്ച മുന്നേ കൽപ്പറ്റയുള്ള ഒരു ടീമിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു ഇവൻറ്റ് നടത്തണം, സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള തീരുമാനമൊക്കെയായി. അപ്പോഴാണ് ഈ ടീം പറഞ്ഞത് ഇങ്ങനെ വ്ളോഗറിൻ്റെ ആയതുകൊണ്ട് നമ്മളെന്താക്കാം കൊളാബറേഷൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഷിങ്കു അവരായിട്ട് കൊളാബറേഷനൊക്കെ ചെയ്ത് അവരിവിടെ ഒക്കെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ നടന്നത്. അപ്പം ആ ടീമിൻ്റെ പേരും കോണ്ടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുക്കാം. 11 by റയ ഇവൻസ് ബൈ 11 ആ ടീമാണ് ഇത് വന്ന് ഇവിടെ ചെയ്തത്. ആസ് മച്ച് ആസ് ആ ടീമിൻ്റെ കുടുംബക്കാരും കൂടിയാണ്. എൻ്റെ കഴിഞ്ഞ പരിപാടിക്കൊക്കെ പിന്നെ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഓരിങ്ങനെ സഹായിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഷിങ്കു ഓരോ കോണ്ടാക്ട് നമ്പർ കിട്ടി ഓരിവിടെ വന്ന് സെറ്റാക്കി. അപ്പോൾ അതാണ് ഉണ്ടായത്. ഒരു ഉദ്ദേശം ഒരു സർപ്രൈസ് നടന്നിട്ടില്ല. നമുക്കറിയാം നമ്മളെ ബർത്ത്ഡേൻ്റെ ദിവസം ഇവരെന്തെങ്കിലും ഒരു കുസൃതി കാണിക്കും. ഞാൻ തലേന്ന് രാത്രിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു ബർത്ത്ഡേൻ്റെ അന്ന് രാത്രിയാണ് പരിപാടി നടത്തിയത്. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്ര സെറ്റപ്പിൽ നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പം ഇതുപോലെ വയനാട്ടിൽ കോഴിക്കോട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇവൻറ്റ്സൊക്കെ നടത്തണമെങ്കിൽ ഇതാ ഇവരെ കോണ്ടാക്ട് ചെയ്തോളി, കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ അടിച്ചു പൊളിക്കാലോ. ചെറിയ പൈസയൊക്കെ ഇതൊക്കെ ചെയ്തു തരും അവർ. അപ്പം എന്നെ ബർത്ത്ഡേ വിശ്വസിച്ച് പിന്നെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാൻ മെസ്സേജ് അയച്ച വാട്സപ്പിൽ മെസ്സേജ് അയച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.